ശുർബുൽ ഖംരി വസ്തിഹ്ലാലുഹു. മയക്കുമരുന്നിന്റെ ഉപയോഗം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും അത് കുഴപ്പമില്ല എന്ന് വാദിക്കുന്നതും ചെയ്യുന്ന കാലം. മദ്യപാനം വിദേശ മദ്യവും ആൽക്കഹോൾ അടങ്ങിയ ബിയറുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൊച്ചുമക്കൾ വിലയേറിയ സാധനങ്ങൾ പൊടിയായി വാസനിക്കാൻ കഴിയുന്ന സാധനമായി നാവിനടിയിൽ വെച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും അറിയില്ല 10 വയസ്സുള്ള മോൻ മയക്കുമരുന്നിന് അടിമയാണെന്ന്. കാരണം സ്മെല്ല് വരില്ല. കള്ളു കുടിച്ചവനെ പോലെ കുഴഞ്ഞു വീഴില്ല. എന്നാൽ അവൻ മയക്കത്തിലാണ്. ആ മയക്കം തീരാൻ പിന്നീട് ഡോസ് കൂട്ടേണ്ടി വരും, അത് ഇഞ്ചക്ഷൻ ആക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ വിലയേറിയതാണ്. അത് കിട്ടാതെ വരുമ്പോൾ മോഷണം തുടങ്ങും. മോഷണം സമ്മതിക്കാതിരുന്നാൽ അത് കൊലപാതകത്തിലേക്കെത്തും. ഇങ്ങനെ പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പാപങ്ങളുടെ ഉമ്മയാണ് മദ്യമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ ഖബായിസ് എന്നാണ് നബി തങ്ങൾ അതിനെ പേര് വിളിച്ചത്. എല്ലാ തിന്മകളുടെയും മാതാവ്. ഇത് നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിൽ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ പരിസരങ്ങളിലുള്ള എല്ലാ സ്കൂളുകളും കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമൂഹത്തിൽ നന്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കടുത്ത രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം. തിന്മകളിലേക്ക് നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നാളെ പരലോകത്ത് അവർ ഉപകാരപ്പെടില്ലെന്ന് മാത്രമല്ല, ഈ ലോകത്തെ ജീവിതം പിന്നെ എന്തിനാണ്? തന്റെ മോൻ മയക്കുമരുന്നടിച്ചിട്ട് വീണു മരിച്ചു എന്ന് കേൾക്കുമ്പോ, തന്റെ മകൻ കാർ ആക്സിഡന്റിൽ മരിച്ചു നോക്കുമ്പോ, കാറിൽ മയക്കുമരുന്ന് കണ്ടെടുത്തു എന്ന് പോലീസുകാരൻ പറയുമ്പോ പിന്നെ എന്തിനാണ് ആ ഉമ്മ ജീവിക്കുന്നത്? എന്തിനാണ് ആ ബാപ്പ ജീവിക്കുന്നത്? ആ നാട്ടുകാർക്കും കുടുംബത്തിനും വരുന്ന അപമാനം എത്രയാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇതെല്ലാം വ്യാപകമാകുന്ന കാലം സുലഭമായിട്ട് ഈ മയക്കുമരുന്ന് ലോബിയെ പിടിക്കാൻ കഴിയാത്ത പോലെ ഏജന്റുമാർ വഴി ഒരു പോലീസിന് പോലും രഹസ്യ വിവരം കൊടുക്കാൻ കഴിയാത്ത വിധം മൗനം സമ്മതമായി നമ്മുടെ മക്കളിൽ മദ്യപാനവും ഇതുപോലെയുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗവും വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് ഗൗരവത്തോടെ നമ്മൾ അറിയണം. അതിൽ പെട്ടുപോയ ആളുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇനി ഒരിക്കലും അള്ളാഹുവേ ഞാനതിന് പോവുകയില്ലെന്ന് റബ്ബിന് വാക്ക് കൊടുക്കണം, കരയണം, റബ്ബിനോട് മാപ്പ് പറയണം, തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക്, നമ്മുടെ മക്കൾക്ക്, എല്ലാവർക്കും, നമ്മുടെ സഹോദരിമാർക്ക് മുഴുവനും അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു മാപ്പാക്കി തരട്ടെ. കസറത്തുൽ ഖത്ലി, നമ്മൾ കണ്ടു കഴിഞ്ഞു, കൊലപാതകം വർദ്ധിക്കുന്നു. കസറത്തുൽ ഖത്ൽ. കാസർഗോഡ് ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലൂടെ ഞങ്ങൾ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു തരുന്നു, ഇവിടെയാണ് ഗുണ്ടസംഘങ്ങൾ വന്ന് കൊലപാതകം ചെയ്യുന്ന ഏരിയകളാണിത്. കൊന്നാലൊരു എത്തും പിടിയും കിട്ടാത്ത വിധം മനുഷ്യനെ അറുകുല ചെയ്തു പോകുന്ന കൊള്ളസംഘങ്ങൾ ഈ വഴികളിൽ താണ്ഡവ നൃത്തമാടാറുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ബോർഡറുകളിൽ, നമ്മുടെ നാടുകളിൽ ചില പ്രദേശങ്ങളിൽ കൊലപാതകം എന്നതൊരു പ്രശ്നമേ അല്ല. രാഷ്ട്രീയ കൊലപാതകം, കൊന്നതിന് പകരം കൊല വേറെ, പകരത്തിന് പകരം ഒന്നിന് പകരം 2 എന്ന രീതിയിലും അല്ലാതെയും നിരപരാധികളായ ആളുകളെ അറുകുല ചെയ്യുന്ന കൊലപാതകമടക്കം. ഒരു പള്ളിയിലെ ഇമാമും മുഅദ്ദിനുമായിരുന്ന റിയാസ് മൗലവി എന്ന് പറയുന്ന കാസർഗോഡ് ജോലി ചെയ്തിരുന്ന ഒരു പള്ളിയിലെ ഇമാമല്ലയോ ഒരു പള്ളിയിൽ വെച്ച് അറുകുല ചെയ്യപ്പെട്ടില്ലേ? നമ്മളത് മറക്കാറായോ? എന്നിട്ട് ആ കൊലപാതകം ചെയ്ത ആളുകളിൽ എത്ര പേർ മാന്യമായി കോടതിക്ക് മുമ്പിൽ ശിക്ഷ വാങ്ങിയിട്ടുണ്ട്? എത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? കൊലപാതകം സുലഭമാവുന്നത് പാവമായ ഒരു മുസ്ലിമിനെയാണ് തീ കൊളുത്തിക്കൊന്നത്. ഇന്ത്യയിൽ നമ്മൾ അറിയണം, നമ്മുടെ ഭാരതത്തിൽ തീ കൊളുത്തിയിട്ട് സെൽഫി എടുത്തിട്ട്, ഫോട്ടോ എടുത്തിട്ട്, വീഡിയോ എടുത്തിട്ട് നാടുകളിൽ മുഴുവനും പ്രചരിപ്പിക്കുമ്പോഴും നമ്മൾ എന്തേ അറിയാത്തത്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നമ്മുടെ സഹോദരങ്ങളാണവർ. ഏത് ഭാഷ സംസാരിച്ചാലും തെറ്റുകൾക്ക് ശിക്ഷ വേണം, എന്നാൽ അത് മനുഷ്യനല്ല ചെയ്യേണ്ടത്. പാപങ്ങൾക്ക് ശിക്ഷ വേണം, അത് പോലീസും ഇവിടത്തെ നിയമവും കോടതിയും ഇടപെടേണ്ട വിഷയങ്ങളിൽ സാധാരണക്കാർ ഒരു മനുഷ്യന്റെ പൂച്ചക്കുഞ്ഞിന്റെ വില പോലും കൊടുക്കാതെ ജീവനുള്ള മനുഷ്യനെ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തിയിട്ട് ആ മനുഷ്യൻ ആർത്ത് നിലവിളിക്കുന്ന ആർത്തനാദം പോലും ചിരിച്ച് കൈയടിച്ച് കാണുന്ന കാപാലകന്മാർ നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നറിയുമ്പോൾ കസറത്തുൽ ഖത്ൽ, കൊലപാതകം വർദ്ധിക്കുന്നതിന്റെ ഗുരുതരം നമ്മൾ അറിയണം. മുൻകാലത്ത് അങ്ങനെയല്ല. ഒരാൾ മരിച്ചാൽ കേരളത്തിൽ ബന്ധായിരുന്നു, ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ കേരളത്തിൽ ബന്ധായിരുന്നു എന്ന്. ഇന്നങ്ങനെയാണോ? എത്രയേറെ സംഭവങ്ങൾ ലോക വാർത്തകൾ കേൾക്കുമ്പോൾ മരിച്ചു വീഴുന്ന ആയിരക്കണക്കിന് ആളുകളെയല്ലേ നമ്മൾ കേൾക്കുന്നത്? ഇറാഖിൽ മാത്രം അമേരിക്കൻ ഇടപെടൽ നടന്ന് ഇറാഖിലെ ഭരണാധികാരി സദ്ദാം ഹുസൈനെ താഴെയിറക്കി തൂക്കിലേറ്റിയതിന് ശേഷം ഓരോ മാസവും പട്ടിണി കൊണ്ട് മരിക്കുന്ന ആളുകൾ ഇറാഖിൽ മാത്രം 6000 ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളുമായി ഒരു മാസം മരുന്ന് കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ മരിക്കുന്നത് UN കണക്കനുസരിച്ച് 6000 പേര് ഓരോ മാസവും മരിക്കുന്നുണ്ട്. അവിടെ കൊലപാതകമല്ലേ ഇത്?
പച്ചപ്പാവങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് നമ്മുടെ ചർച്ചയുടെ ഭാഗമായത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കസറത്തുൽ ഖത്ൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കസറത്തുശ് ശുഹി വകസറത്തുത് തിജാറ, വ്യവസായങ്ങൾ വർദ്ധിക്കുമെന്ന് നബി തങ്ങൾ. അത് തെറ്റായത് കൊണ്ടല്ല, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കസറത്തുത് തിജാറ, കച്ചവട സ്ഥാപനങ്ങൾ വർദ്ധിക്കും, കച്ചവടങ്ങൾ വർദ്ധിക്കും, അങ്ങാടികൾ വർദ്ധിക്കും. വതഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കും, സൂഖുകൾ ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കും. ഒരുപക്ഷേ വലിയ വലിയ ഷോപ്പിംഗ് മാൾ വില്ലേജുകൾ അങ്ങനെയാ കടന്നു വരുന്നത്. ഷോപ്പിംഗ് മാളുകൾ മാത്രമല്ല, ഷോപ്പിംഗ് മാൾ വില്ലേജുകളായി വലിയ വലിയ മാളുകളുടെ സമുച്ചയങ്ങൾ, അങ്ങാടികൾ അരികത്തരികത്തേക്ക് വരുന്നത്, ഷോപ്പുകൾ അടുത്തടുത്ത് വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഹറാമായത് കൊണ്ടല്ല, അതൊരു അടയാളമാണത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കസറത്തുത് തിജാറ. അത് മാത്രമല്ല, കച്ചവടം നടത്താൻ ഭർത്താവിന്റെ കൂടെ ഭാര്യയും ജോലിക്ക് പോകുന്ന കാലം എന്ന് അല്ലാഹുവിന്റെ ഹബീബ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യരുത് എന്നല്ല പറയുന്നത്, ഒരു പെണ്ണ് ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെടരുത്. അത് അവൾക്ക് നിർബന്ധമാക്കിയിട്ടില്ല ശറഅ്. ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്വം വിവാഹം നടക്കുന്നവരെ ആ പെണ്ണിന്റെ രക്ഷിതാവിനാണ്. വിവാഹം കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് അവളുടെ ഭർത്താവാണ്. അവൾ ജോലിക്ക് പോയാൽ അവളുടെ കുഞ്ഞിനെ ആയമാരാണ് വളർത്തുന്നത്, അല്ലെങ്കിൽ ആരുമില്ലാതെയാണ് ആ കുഞ്ഞ് വളരുന്നത്. ആ കുഞ്ഞിന്റെ തർബിയത്ത് നഷ്ടപ്പെടുന്നു. അവൾ ജോലിക്ക് പോയാൽ ഭർത്താവിനോടുള്ള കടപ്പാടുണ്ട്. ഭർത്താവ് അധ്വാനിക്കാൻ പോകുന്നവൻ, അവരുടെ ഭർത്താവിന്റെ ടെൻഷനും ഭാരവും ഇറക്കി വെക്കാൻ ഒരു തുണയാവേണ്ട പെണ്ണ് അവൾ ജോലിക്ക് പോയി, അവൾ അതിലേറെ ടെൻഷനിൽ. വീടിന്റെ അവസ്ഥ എന്താണ്? ആർക്കാണ് ഇവർ രണ്ടു കൂട്ടരും സമ്പാദിക്കുന്നത്? ഈ രണ്ടു കൂട്ടരും സമ്പാദിച്ചു വെക്കുന്ന കാശ് ആരാണ് അനുഭവിക്കാൻ പോകുന്നത്? അവർക്ക് ജീവിതമില്ല, രണ്ടുപേർക്കും വിശ്രമമില്ല. എന്നാൽ പുരുഷൻ ജോലിക്ക് പോവൽ നിർബന്ധമാണ്. പുരുഷൻ ജോലി ചെയ്യൽ ശറഇന്റെ കാഴ്ചപ്പാടിൽ നിർബന്ധമാണ്. അവനെ കൊണ്ട് സാധിക്കില്ലെങ്കിലാണ് പെണ്ണ് ഇസ്ലാമിക ചുറ്റുപാടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജോലി ചെയ്യാൻ അവൾക്ക് പാടുള്ളൂ എന്ന് നിഷ്കർഷിച്ചു ശരീഅത്ത്. അവളുടെ സംരക്ഷണത്തിനാണത്. ജോലിക്ക് പോയിട്ട് കണ്ടവന്റെ കൂടെ പോയവൾ എത്രയുണ്ട്? ജോലിക്ക് പോയതിന്റെ ശേഷം 2 കുഞ്ഞ് 3 കുഞ്ഞുള്ള പെണ്ണ്, എനിക്ക് എന്റെ ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞ് കൂടെയുള്ളവന്റെ കമന്ററി കേട്ട്, അവന്റെ പഞ്ചാര വാക്ക് കേട്ട് ഇറങ്ങിപ്പോയ പെണ്ണുങ്ങൾ എത്രയുണ്ട് നമ്മുടെ നാടുകളിൽ? എത്രയുണ്ട്? നമ്മളാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്ന് പറയാതെ വയ്യ. നബി തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണ് തന്റെ ഭർത്താവിനെ കച്ചവടത്തിന് സഹായിക്കുന്ന കാലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തസാവുലുൽ ബുന്യാൻ, ഉയർന്ന കെട്ടിടങ്ങൾ ഉണ്ടാകുന്നത്, കെട്ടിപ്പൊക്കുന്ന മണിമാളികകൾ, ഉയർന്ന കെട്ടിട സ്ഥാപനങ്ങൾ. തസാവുലുൽ ബുന്യാൻ, ആകാശം മുട്ടേ വരുന്ന സ്കൈക്രാപ്പുകൾ എത്രയേറെ ആകാശ ചുംബികളായ കൊട്ടാര കണക്കിന് വലിയ കെട്ടിടങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ, പരിസര നഗരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയില്ലയോ? ളുഹൂറുൽ ഫുഹ്ശി വഖതിഅത്തുർ റഹ്മി, അനാവശ്യങ്ങൾ പ്രത്യക്ഷമാവുന്നത്. ളുഹൂറുൽ ഫുഹ്ശി, ഒരു മനുഷ്യൻ ചെയ്യുന്ന വ്യഭിചാരം വീഡിയോ എടുക്കപ്പെടുകയും അത് നെറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും അത് വാട്സപ്പിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ, ചാനലുകളിലൂടെ, യൂട്യൂബിലൂടെ ഒരു മനുഷ്യൻ ചെയ്യുന്ന നെറുകേടുകൾ മനുഷ്യർ മാലോകർ മുഴുവൻ കണ്ടാലും ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ, ശരീരത്തിൽ ഒരു വസ്ത്രത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ പച്ചയായ വ്യഭിചാരം ചെയ്യുന്നത്, പരസ്യമാകുന്നത്, അതാണ് ഈ വാക്കിന്റെ അർത്ഥം. ളുഹൂറുൽ ഫുഹ്ശ്, വ്യഭിചാരം പരസ്യമാകുന്നത്. ഇന്ന് നടന്നില്ലയോ? നമ്മൾ കണ്ടു കഴിഞ്ഞില്ലയോ? അന്ന് ഇസ്ലാമിക ലോകത്ത് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കപ്പെട്ടത് സ്വന്തം സമ്മതിച്ചു വന്ന ആളുകളിലാണ്. അല്ലായിരുന്നെങ്കിൽ ഒരാൾ വ്യഭിചരിച്ചതിന് ശിക്ഷ നടപ്പാക്കപ്പെടണമെങ്കിൽ 4 സാക്ഷികൾ മുഖാന്തിരം തെളിയിക്കപ്പെടണം. 4 സാക്ഷികൾ പച്ചയിൽ വ്യഭിചാരം കണ്ടുകൊണ്ട് കാണണം. അത് സംഭവിക്കാൻ വളരെ വിരളമാണ്. 4 ആളുകളെ പച്ചയിൽ കാണിച്ചിട്ടാണ് അവൻ വ്യഭിചരിച്ചതെങ്കിൽ അവൻ ഇസ്ലാമിക നിയമപ്രകാരം വ്യഭിചാരത്തിന്റെ ശിക്ഷക്ക് അർഹനുമാണ്. എന്നാൽ ശറഅ് പറഞ്ഞു, നിങ്ങൾ ഒരാൾ കണ്ടോ, മിണ്ടാൻ പാടില്ല. 2 സാക്ഷികളുണ്ട്, മിണ്ടിപ്പോവരുത്. 3 സാക്ഷികളുണ്ട്, മിണ്ടിപ്പോവരുത്. 4 അതിലധികമോ സാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ വ്യഭിചാര ആരോപണം നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾ ശിക്ഷിക്കപ്പെടും. ആ ആരോപണം ഉന്നയിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല വേണ്ടത്,
കോടതിക്ക് മുമ്പിലാണ്, ഇസ്ലാമിക ജഡ്ജിന്റെ മുമ്പിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ എറിഞ്ഞു കൊല്ലപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെ വിവാഹിതനല്ലെങ്കിൽ 100 അടിക്കപ്പെടും, 1 വർഷത്തേക്ക് നാടുകടത്തപ്പെടും. ഈ ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാൻ ഒരു സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ വളരെ വിരളമാണെന്നും അത് മനുഷ്യന്റെ അഭിമാനം കളയുന്ന വിഷയമാണെന്നും അതിനാൽ 4 ആളുകൾ പച്ചയിൽ കണ്ടാലേ സാക്ഷി പറയാൻ പാടുള്ളൂ എന്നും ശറഅ് പറഞ്ഞത് അത് അത്രക്ക് മറഞ്ഞു കിടക്കുന്ന സംഭവമായതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? കോടിക്കണക്കിന് ചാനലുകളാണ്, 100-300 ചാനലുകൾ ഡെയിലി ക്ലോസ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള മുസ്ലിം രാജ്യങ്ങൾ വ്യഭിചാരത്തിന്റെ പരസ്യമായി വ്യഭിചാരം ലോകത്ത് വിതരണം ചെയ്യുന്ന, ലോകത്ത് വിളമ്പി കൊടുക്കുന്ന ചാനലുകൾ, വെബ്സൈറ്റുകൾ 300-ഓളം ഡെയിലി ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പിറ്റേന്ന് 300 വേറെ ഇറങ്ങും, വേറെ പേരിൽ, വേറെ ഡൊമൈൻ നെയിമിൽ. ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വ്യഭിചാരം പരസ്യമായില്ലയോ? നമ്മൾ ഓർക്കണം, കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെട്ടു പോകുന്ന കാലം. ആർക്കും കുടുംബ ബന്ധത്തെ നോക്കാൻ നേരമില്ല. എല്ലാവരും സുഹൃത്തുക്കളുടെ ലോകത്ത്, സുഹൃത്തുക്കളോടൊപ്പം കൂട്ടുകാര്, പെൺകുട്ടികൾക്ക് കൂട്ടുകാരികൾ, ആൺകുട്ടികൾക്ക് അവരുടെ കൂട്ടുകാര്. എന്നാൽ ഇത് എളാമയാണ്, ഇത് മൂത്തമ്മയാണ്, ഇത് നിന്റെ അമ്മാവനാണ്, ഇത് നിന്റെ അമ്മായിയാണ് എന്ന് പറയുമ്പോൾ മക്കൾക്കറിയുന്നില്ല. കുടുംബ ബന്ധങ്ങൾ മുറിക്കപ്പെടുകയാണ്. മുഴുസമയവും കമ്പ്യൂട്ടറിലും തന്റെ ഡിവൈസുകളിലും മൊബൈൽ ഫോണുകളിലും കളിച്ചിരുന്ന് സ്വന്തം കുടുംബ ബന്ധങ്ങളെ മറന്നുപോകുന്ന കാലം. ഇത് ഉമ്മത്ത് ഹബീബിന്റെ വചനങ്ങളിൽ പുലർന്നു കഴിഞ്ഞ സംഭവങ്ങളല്ലയോ? സൂഉൽ ജിവാർ, അയൽപക്ക ബന്ധങ്ങൾ മോശമാവുന്നത്. ഒരയൽവാസി തന്റെ അയൽവാസിക്ക് കുടുംബ ബന്ധത്തെക്കാളും ചോര ബന്ധത്തെക്കാളും ഉത്കൃഷ്ടമായ ബന്ധുവാണ്. എന്നാൽ അയൽപക്കക്കാർ സ്വന്തം അയൽപക്കത്തെ വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കുന്നത്, അയൽപക്കക്കാർ സ്വന്തം അയൽപക്കത്തെ പെൺകുട്ടികൾക്ക് വിവാഹാലോചന വരുമ്പോൾ പണ്ടെന്നോ സംഭവിച്ചൊരു കഥ പറഞ്ഞ് കല്യാണം മുടക്കുന്നത്. തൗബ ചെയ്ത് സ്വാലിഹീങ്ങളായി തൗബ ചെയ്ത് മടങ്ങിയ ഒരു വിഷയത്തിൽ ഒരാളെയും കഴിഞ്ഞ കാലം പറഞ്ഞ് കളിയാക്കാനോ പരിഹസിക്കാനോ അപമാനപ്പെടുത്താനോ പാടുള്ളതല്ല. അത് വിവാഹം ആലോചിച്ചു വരികയാണെങ്കിൽ തന്നെയും മുമ്പുണ്ടായിരുന്നു, പിന്നെ നന്നായില്ലേ, തൗബ ചെയ്തില്ലേ, അവർ ഹജ്ജ് ചെയ്തില്ലേ, ഉംറ ചെയ്തില്ലേ, നന്നായില്ലേ, നിസ്കാരം തുടങ്ങിയില്ലേ, പിന്നെന്തിനാണ് പഴയ കാര്യം പറയുന്നത്? അയൽപക്ക ബന്ധങ്ങൾ പോലും അയൽപക്കക്കാർ തന്നെയും കല്യാണം മുടക്കികളായി മാറുന്നതാണ് സൂഉൽ ജിവാർ എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ തശബ്ബുബിൽ മശീഖ, തശബ്ബുബിൽ മശീഖ, പ്രായമായ ആളുകൾ ചെറുപ്പക്കാരെ പോലെ നോക്കുന്ന കാലം. പ്രായമായ ആളുകളെ കണ്ടാൽ നരച്ചതറിയുന്നില്ല. അവരുടെ ശരീരത്തിൽ വാർദ്ധക്യം വന്നത് മറച്ചു വെക്കാൻ കഴിയുന്ന എല്ലാ സെറ്റപ്പുകളും മേക്കപ്പുകളും അവരുടെ കളറുകളും കയ്യിലുണ്ട്. അങ്ങനെ അള്ളാഹു നൽകുന്ന വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ മറച്ചു പിടിക്കുന്നത് തശബ്ബുബുൽ മശീഖ. ഇത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ നബി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാതൊരു യോഗ്യതയുമില്ലാത്ത ആളുകൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് കയറി വരുന്നത്. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള താഴ്ന്ന നിലവാരമുള്ളവർ, തറ നിലവാരം എന്ന് പറയാൻ പറ്റുമെങ്കിൽ അത്രയും ചീപ്പ് സ്വഭാവമുള്ള ആളുകൾ രാജ്യത്തിന്റെ ഉന്നത പദവികളിൽ വന്ന് അധികാരമേൽക്കുമ്പോൾ, ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അധികാരമേൽക്കുന്നത് ഒരു സമുദായത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന, പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന സ്വഭാവ ഉത്കൃഷ്ടയുള്ള ആളുകളെയാണ്. അവരെയാണ് സമൂഹത്തിന്റെ അമീനുമാരായി, വിശ്വസ്തന്മാരായി ഏൽപ്പിക്കേണ്ടത്. എന്നാൽ തട്ടിപ്പുകളിലൂടെ, കളങ്കത്തിലൂടെ, നേരെയുള്ള വഴിയിലൂടെയല്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും അതിൽ കൃത്രിമങ്ങൾ കാണിക്കപ്പെട്ടു എന്ന് 1000 തെളിവുകൾ ഉണ്ടായിട്ടും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പോലും നടക്കുന്നു എന്നറിയുമ്പോൾ ഇത് മറ്റൊന്നുമല്ല, ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 21ാം നൂറ്റാണ്ടുകാരോട് സംസാരിച്ച വാക്കുകളാണിത്. നമ്മുടെ കാലഘട്ടം നബി തങ്ങൾ കണ്ടു, അള്ളാഹു നൽകിയ വഹയിലൂടെ. ആ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സജ്ജനങ്ങളെല്ലാം കഴിഞ്ഞു പോകും, സജ്ജനങ്ങൾ തീർന്നു പോകുന്ന കാലം. നല്ല മനുഷ്യന്മാരെ കാണാനില്ല. 1, 2, 3 ഒരു നാട്ടിൽ ആരാണൊരു നല്ല കാരണവർ എന്ന് ചോദിച്ചാൽ നല്ല ആളുകളുണ്ട്. പക്ഷേ ചെറുപ്പം മുതലേ നന്നായി വന്ന ആളുകൾ എത്ര പേരുണ്ട്? വിരലെണ്ണാവുന്ന ആളുകൾ.
നബി തങ്ങൾ പറയുന്നു, മുഅ്മിനായ മനുഷ്യൻ കാണുന്ന സ്വപ്നം സത്യസന്ധമായി പുലരുന്ന കാലം ആണുങ്ങളും പെണ്ണുങ്ങളും സ്വപ്നം കാണും. ആ സ്വപ്നങ്ങളിൽ പലതും സത്യമായി പുലരും. ഇത് അന്ത്യനാളിന്റെ മുമ്പ് മുഅ്മിനീങ്ങളുടെ സ്വപ്നത്തിൽ സത്യസന്ധത കാണുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലർ പറയാറില്ലേ, ഞാനത് സ്വപ്നം കണ്ടിരുന്നു നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ്. ആ കണ്ടതുപോലെ ഉമ്മ മരിച്ചു എന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന അപകടം സംഭവിച്ചു, ഇന്ന ഒരു നന്മയുണ്ടായി, അത് സ്വപ്നം കണ്ടിരുന്നു. കുഞ്ഞ് പറയും ഞാൻ സ്വപ്നം കണ്ടു, പെങ്ങള് പറയും ഞാൻ കണ്ടു, ഉമ്മ പറയും ഞാൻ കണ്ടു, മോൻ പറയും ഞാൻ കണ്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ സത്യസന്ധമായി പുലരുന്ന സ്വപ്നങ്ങൾ ധാരാളം കണ്ടു തുടങ്ങുകയാണെങ്കിൽ അതന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കസറത്തുൽ കിതാബ, പുസ്തകങ്ങൾ എഴുതുന്നത്, മാസികകൾ, പത്രങ്ങൾ, വെബ്സൈറ്റുകൾ എഴുതി വെക്കപ്പെടുന്നത് ഒരുപാട് വർദ്ധിക്കും. ഒരുപാട് ഇന്ന് വല്യമ്മക്ക് പോലും എഴുതാം വാട്സപ്പിൽ. എന്തെങ്കിലും എഴുതി കുറിച്ചാൽ അത് ശരിക്കും മലയാള ഫോണ്ടായിട്ട് വരും. ആർക്കും എഴുതാൻ പറ്റുന്ന കാലം. കസറത്തുൽ കിതാബ, എഴുത്ത് വർദ്ധിക്കുന്ന കാലം. വകസറത്തുൽ കദിബി, നുണ പറയും മനുഷ്യന്മാർ, പച്ചയായ നുണ പറയും. കസറത്തുൽ കദിബ്, CNN, ഫോക്സ് ന്യൂസുകൾ, BBC പോലെയുള്ള ചാനലുകൾ, ലോക പ്രശസ്തമായ വലിയ വലിയ ചാനലുകൾ, റേഡിയോകൾ, ലോക പ്രശസ്തമായ പത്രങ്ങൾ, ഇവരിൽ പലതും വ്യാജമായ നുണയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് രാജ്യത്തിന്റെ ഭരണാധികാരികൾ പോലും അവർ ട്വീറ്റ് ചെയ്തപ്പോ അവർ തന്നെ സമ്മതിക്കുന്നു, പച്ച നുണയാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ പുറത്തുവിടുന്നത്, അത് ജനങ്ങൾ അറിയരുത്, അത് നുണയായിട്ട് തന്നെ പോകട്ടെ, സത്യമറിയാനല്ല ഈ ചാനലെന്ന് ലോക പ്രശസ്തമായ അമേരിക്കയിലെ ഒരു ചാനലിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞുവല്ലോ. എത്ര വലിയ അപകടം! നുണ പറയുന്നത് വർദ്ധിക്കുന്നു. ആർക്കും കിട്ടുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാലം. പച്ചയായിട്ട് വാട്സപ്പിലൊക്കെ വരുന്ന ഏതോ അത്ഭുതകരമായ ഒരു മത്സ്യം പോലെ കടലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് കയ്യും വയറൊക്കെ ഉള്ള ഒരു ജീവിയുടെ ഫോട്ടോ കാണിച്ച് കടലിൽ നിന്ന് കിട്ടിയതാണെന്നൊരു ഓഡിയോ. പിന്നെ അറിയുന്നത് ഏതോ കൊറിയക്കാരനോ മറ്റോ മരത്തിൽ ഉണ്ടാക്കിയ ഗ്രാഫിക്കുകളിൽ ചെയ്ത കളർ ചെയ്ത പെയിന്റിംഗ് ആയിരുന്നു. അത് ഉണ്ടാക്കി വെച്ച സാധനമായിരുന്നു. ഗ്രാഫിക്കിലൂടെ ജീവൻ കൊടുക്കുന്ന പോലെ തൊണ്ടയിൽ തുടിപ്പ് കൊടുക്കാൻ പറ്റും. കണ്ടാ വിചാരിക്കും ഒറിജിനൽ ആണെന്ന്. ഇങ്ങനെ ഏതാണ് ജെന്യൂൻ, ഏതാണ് ഫ്രോഡ്, ഏതാണ് ഫേക്ക് എന്ന് പോലും അറിയാൻ കഴിയാത്ത വിധം നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്ന ആളുകൾ, പച്ച നുണപ്രചരണം നടത്തുന്ന ആളുകൾ, ബാനറുകൾ, ഫോട്ടോ എടുത്താൽ ഇവിടെ ഹിദ്മ 2017 എഴുതി ഇതേ പിക്ചർ എടുത്തിട്ട് ഹിദ്മ എന്നതിന് ആ ഹിദ്മയുടെ വാക്ക് മാറ്റുകയോ 2017 2019 ആക്കുകയോ ചെയ്താൽ വാട്സപ്പിൽ കാണുന്ന ഒരാൾക്ക് അറിയാൻ പറ്റില്ല ഇത് നുണ എഴുതിയിട്ട് പച്ചയായി മാറ്റിയതാണെന്ന്. ഉള്ളതുപോലെ ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്നു. കസറത്തുൽ കദിബ്, നുണ ഏതാണെന്നറിയില്ല, സത്യമേതാണെന്നറിയില്ല. ഇങ്ങനെ മനുഷ്യന്മാർ കളവ് പറയുന്നത്, തമാശ പറയുന്ന കൊമീഡിയൻസ് പച്ചയായി നുണ പറയുന്നത് ഒരു പ്രൊഫഷനായി എടുത്ത കാലം. വാർത്താ വിതരണങ്ങളിൽ ഉത്തരവാദിത്വമില്ലായ്മ. ആരോ കണ്ടതും കേട്ടതും വിളിച്ചു പറയാം. യഥാർത്ഥ വാർത്തയല്ല ലോകത്തിന് കിട്ടുന്നത്. കസറത്തു ഷഹാദത്തി സൂർ, നിബിധങ്ങൾ പറഞ്ഞതാണ്. കള്ളസാക്ഷിത്വം വർദ്ധിക്കും. ഒരു കലാപം നടക്കുമ്പോൾ അവിടെ കൊലപാതകത്തിന് സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്ന ആ കൊലപാതകം ചെയ്ത അയാൾ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു, അല്ലെങ്കിൽ ബോംബെയിലായിരുന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ്, അയാൾ ഇവിടെ കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്നില്ല എന്ന് പച്ചയായി വാദിക്കുകയും ആളുകളെ വെച്ച് സാക്ഷി പറയിപ്പിക്കുകയും ചെയ്യും. ഇതൊന്നും നടക്കുന്നില്ലയോ? ഷഹാദത്തു സൂർ, പച്ചനുണ പറയാ. ഉള്ളത് ഇല്ല എന്ന് പറയാ, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയാ. ഈ ഷഹാദത്തു സൂർ കാശ് കൊടുത്തിട്ട് നിയമപാലകന്മാരെ സ്വാധീനിച്ചിട്ടോ നിയമങ്ങളെ മറികടന്നിട്ടോ കള്ളസാക്ഷി പറയുന്ന സ്വഭാവം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒന്നല്ല, 90 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ എടുത്തു നോക്കിയാൽ 90-ലേറെ വിഷയങ്ങളുണ്ട്. നാം അതിലേക്ക് പോകുന്നില്ല. ഒരു ഓടിച്ചു പോവുകയാണ് നമ്മൾ. കസറത്തു മൗത്തിൽ ഫുജഅ, പെട്ടെന്നുള്ള മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള മരണം, ഒരു തലകറക്കമാണ് ഉണ്ടായത്, പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുന്നത്, വളരെ പെട്ടെന്നുണ്ടാകുന്ന മരണം. അല്ലാഹു നമുക്ക് മരണസമയത്ത് ഈമാൻ സലാമത്താക്കി തരട്ടെ. 25 വയസ്സുള്ള റംസീന എന്ന് പറയുന്ന ഒരു യുവതി, നമ്മുടെ നാട്ടുകാരി, നമ്മുടെ പരിസരത്ത്, ഫ്രൂട്ട് അബ്ദുൽ ഖാദർ ഹാജിയുടെ മരുമകളുടെ മകൾ, വളരെ പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. 2 കുഞ്ഞുങ്ങളുടെ ഉമ്മ. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. 2 കുഞ്ഞുങ്ങളെ ബാക്കിയായി ആ റംസീന എന്ന 25 വയസ്സുള്ള പെൺകുട്ടി വളരെ പെട്ടെന്നല്ലേ മരണം സംഭവിച്ചത്. അവരുടെ മക്കളിൽ ഒരു കുഞ്ഞിന് കാഴ്ചക്കുറവുണ്ട്. അല്ലാഹുവേ, ആ കുഞ്ഞിന് നീ കാഴ്ചശക്തി നൽകണേ തമ്പുരാനെ, കാഴ്ചശക്തി നൽകണേ റബ്ബേ,
കാഴ്ചശക്തി നൽകണമേ തമ്പുരാനെ. മൗതുൽ ഫുജഅ, ആക്സിഡന്റുകള് നമ്മുടെ ഈ കാഞ്ഞങ്ങാട് മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഈ പുതിയ മനോഹരമായ റബ്ബറൈസ്ഡ് റോഡ് വന്നതിന്റെ ശേഷം എത്ര ആളുകൾ മരണപ്പെട്ടു വാഹനം തട്ടിയിട്ട്. എത്ര മരണങ്ങൾ. ആദിഞ്ഞാലിലും ഇവിടെ കോയാപ്പള്ളിയിലും മടിയനിലും ചിത്താരിയിലും തുടങ്ങി കളനാടും എത്രയേറെ സ്ഥലങ്ങളിൽ ഇടിക്കുകയാണ്. ബൈക്ക് യാത്രികൻ മരണപ്പെടുന്നു. കാറ് മരത്തിന് ജനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. പെട്ടെന്നുള്ള മരണം. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന കാലത്ത് വാഹനപ്പുറത്തുണ്ടാകുന്ന അപകടം നമുക്കന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാറിടിച്ചു മരിക്കുന്ന മരണം നിബിതങ്ങളുടെ കാലത്തുണ്ടോ? അന്ന് അങ്ങനത്തെ വാഹനങ്ങളില്ലല്ലോ. വാഹനമിടിച്ചുള്ള മരണം, ഹാർട്ട് അറ്റാക്കുകൾ പോകട്ടെ, മൗതുൽ ഫുജ്അ, സെക്കൻഡുകളെ കൊണ്ട് മനുഷ്യൻ മരിച്ചു പോകുന്ന അപകടകരമായ മരണം മൗതുൽ ഫുജ്അ, ആക്സിഡന്റുകളാണ് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ ഇന്ന് പറയുന്നുണ്ട്. ആക്സിഡന്റുകളാവണം ഈ പറയുന്നത്. ആകാശത്തുകൂടെ പറന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകൾ പെട്ടെന്ന് കോട്ട് ഫയർ, തീപിടിക്കുന്നു. ആ ഓൺ ബോർഡ് മുഴുവൻ ആളുകൾ 200, 300, 500, 900 ആളുകളെ വെച്ചൊക്കെ പറക്കുന്ന ഡബിൾ ഡെക്കർ ഫ്ലൈറ്റുകളുണ്ട്. 900 ആളുകളാണ് ആകാശത്ത് ഒരു നേരത്ത് ഒരു വിമാനത്തിൽ പറക്കുന്നത്. ആലോചിക്കുക, ഒരു തീപിടുത്തമുണ്ടായാൽ 900 ആളുകൾ നിമിഷാർദ്ധം കൊണ്ടാണ് കത്തിക്കരിഞ്ഞു വീഴുന്നത്. ഒരു ട്രേസ് പോലും കിട്ടാതെ എവിടെയാണ് മരിച്ചു വീണതെന്ന് പോലും അറിയാതെ. മൗതുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണം വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവഖൂഉ തനാകുരി ബൈനന്നാസ്, ജനങ്ങൾ പരസ്പരം അറിയില്ലാത്ത പോലെ ഒരു പെരുമാറ്റം. കൂടെ പഠിച്ചവനാണ്, കൂടെ കളിച്ചവനാണ്, നാട്ടുകാരനാണ്, എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പരിചയം പുതുക്കൂല, പരിചയപ്പെടാൻ മുന്നോട്ട് വരില്ല. മലയാളിയാണ്, എന്തെങ്കിലും പാരവെക്കും, അവനെ പരിചയപ്പെടണ്ട, മലയാളിയുള്ള കമ്പനിയിലേക്ക് ഞാൻ പോവില്ല എന്ന് സ്വന്തം നാട്ടുകാരെ വെറുക്കുന്നത്. തനാകുറുന്നാസ്, ജനങ്ങളെ വെറുക്കുന്ന കാലം. അറിയുന്ന ആളുകൾ തന്നെ, കണ്ടു പരിചയമുള്ളവരെ, അതിൽ സലാം പറയാത്ത ബിരുദന്മാരുണ്ട്. സലാം പറയാതിരിക്കുന്നത് സുന്നത്ത് ജമാഅത്താണെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈ പച്ചപ്പാവങ്ങൾ പട്ടിണിപ്പാവങ്ങളല്ല, പച്ചപ്പാവങ്ങളായി ആളുകളുടെ ചിന്തകളിൽ മാറ്റം വേണം. ജനങ്ങളെ വെറുക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. സലാം പറയണം, സംസാരിക്കണം, സുഖവിവരങ്ങൾ അന്വേഷിക്കണം. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. അറിയുന്ന ആളുകളോടല്ലാതെ അന്ന് സലാം പറയില്ല എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ആളുകളോട് മാത്രം സലാം പറയുന്ന കാലം. ഇന്ന ബൈന യദൈ സാഅ തസ്ലീമുൽ മഅരിഫ. നബി തങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്തിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും സ്വന്തം പരിചയക്കാരോട് മാത്രം സലാം പറയുന്ന ഒരു വിഭാഗം ആളുകൾ. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞു, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണാനിരിക്കുന്ന അത്ഭുതങ്ങൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കാൻ പോകുന്നു. 90-ലേറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്കിന്ന് വിവരിക്കാൻ കഴിയില്ല. ഇന്നത്തെയും നാളത്തെയുമുള്ള ചർച്ചയിൽ ഏതാനും ഇനി വരാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണം. കാരണം ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ പറയും, ദേ അത് നബി പറഞ്ഞതാണ്, ദേ അത് നബി പറഞ്ഞു, ദേ അത് ഹദീസിലുണ്ട്, അത് ഖുർആനിലുണ്ട്. അപ്പൊ ചിലരൊക്കെ പറയും, ഈ നടന്നു കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾ പറയുന്നത്, നടക്കുന്നതിന് മുമ്പ് പറഞ്ഞൂടെ? അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇനി പറയാൻ പോകുന്ന ഈ ഉമ്മത്തിനെ കാണാനിരിക്കുന്ന മഹാത്ഭുതങ്ങളിലേക്കാണ് നമ്മുടെ ചർച്ചകൾ നീങ്ങുന്നത്. ഈ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, അഹ്മദ് എന്നവരുടെ മുസ്നദിലുണ്ട്. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വഅൻഹാറാ. ലാ തഖൂമു സ്സാഅ, ലോകാവസാനം സംഭവിക്കുകയില്ല. ഹത്താ തഊദ അർദുൽ അറബി മുറൂജൻ വഅൻഹാറാ, അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവനും പച്ചയുള്ള കൃഷിയും പച്ചപ്പും വെള്ളവുമുള്ള സ്ഥലമായി മാറുന്നത് വരേക്കും ലോകാവസാനം നടക്കില്ലെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബ് രാജ്യങ്ങൾ പച്ചപിടിക്കും എന്ന് നബി തങ്ങൾ ആദ്യം അത് പറഞ്ഞത് തബൂക്കിനെ കുറിച്ചാണ്. തബൂക്കിൽ നബി തങ്ങളുടെ പ്രവചനമുണ്ട്. തബൂക്കിൽ കൃഷിയിടങ്ങൾ ഉണ്ടാകും, തബൂക്കിൽ കൃഷി സമൃദ്ധമായി വളരുമെന്ന്. വെള്ളം വന്ന് വളരെ കുറച്ചു മാത്രം കിട്ടുമായിരുന്ന തബൂക്കിനെ കുറിച്ച് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞു. ഇന്ന് തബൂക്കിന്റെ ഒരു ഗൂഗിൾ പിക്ചർ എടുക്കുക. തബൂക്ക് സൗദി അറേബ്യയിലാണ്, ജോർഡാനിന്റെ ഭാഗത്ത്. ഒരു ഗൂഗിൾ എർത്ത് എടുക്കുക.
ഒന്ന് സൗദി അറേബ്യ സൂം ചെയ്യുക, സൗദിയുടെ നോർത്ത് വെസ്റ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്താൽ തബൂക്ക് കിട്ടും. തബൂക്കിനെ ഒന്ന് സൂം ഇൻ ചെയ്താൽ അവിടെ കാണുന്ന മനോഹരമായ വൃത്താകൃതിയിൽ ആയിരക്കണക്കിന് ഹെക്ടറുകൾ കൃഷിയിടങ്ങൾ നമുക്കിന്ന് കാണാൻ കഴിയും. ആയിരക്കണക്കിന് ഹെക്ടറുകൾ കൃഷിയിടങ്ങളുണ്ട് അവിടെ, പച്ചയായ റൗണ്ടുകളായി മരുഭൂമിയുടെ നടുവിൽ വളരെ മനോഹരമായ പച്ചയായി. സൗദി അറേബ്യ മാത്രമല്ല, ദുബൈ, ഗൾഫ് രാജ്യങ്ങളിൽ പ്രസിദ്ധമായ നഗരങ്ങളിൽ നമ്മൾ കാണുന്നു മനോഹരമായ പുഴ ഒഴുകുന്നത്. ഇവിടെയൊക്കെ ദുബൈ ജോലി ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ഉള്ളവരുണ്ട്. വളരെ മനോഹരമായ ഹില്ലുകളും സ്പ്രിങ്സുകളും മനോഹരമായ അരുവികളും കുന്നുകളും എന്ന് പച്ചയായ സ്ഥലങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങി. നാച്ചുറൽ ലേക്കുകളാണെന്ന് തോന്നും, പക്ഷെ അവർ നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യലാണ്. വളരെ മനോഹരമായിട്ട് ചെടികളും പച്ചപ്പുമുള്ള ഇടമായി അറബ് രാജ്യങ്ങൾ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. മഴ കിട്ടാത്ത അറബ് ലോകത്ത് എങ്ങനെയാണ് പച്ചപ്പുണ്ടാകുന്നത്? ആ പച്ചപ്പുണ്ടാവാൻ അവിടെ വെള്ളം വേണം. ഇറിഗേഷൻ വേണമെങ്കിൽ സമൃദ്ധമായ വെള്ളം വേണം. കിണറുകളിൽ നിന്ന് കിട്ടുന്ന വെള്ളം കുടിക്കാനോ കൃഷിക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമല്ല ഗൾഫ് രാജ്യങ്ങളിൽ. പിന്നെ എന്താ വെള്ളത്തിന് ചെയ്യുന്നത്? ഡിസാലിനേഷൻ പ്ലാന്റുകൾ, കടലിൽ നിന്ന് ഉപ്പുജലം പ്ലാന്റുകളിൽ കൊണ്ടുവന്ന് സംസ്കരിച്ച് 1000 തവണ ഫിൽറ്റർ ചെയ്തിട്ട് ഉപ്പുരസം അതിന്ന് കളഞ്ഞിട്ട് നേർത്ത വെള്ളമായി, വളരെ മനോഹരമായ കുടിക്കാൻ രുചിയുള്ള വെള്ളമായി ഇന്ന് മാറ്റുന്നത് കടലിൽ നിന്ന് ഉപ്പുജലം എടുത്ത് ശുദ്ധിയാക്കിയിട്ടാണ്. അവിടുത്തെ ഒരു ബിൽഡിംഗിൽ താമസിക്കുന്ന ആള് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് താമസിക്കുന്നുണ്ടോ? ഒരു ബിൽഡിംഗിൽ എത്ര ആളുകൾ, എത്ര കുടുംബങ്ങൾ? അതൊക്കെ വല്ല ബുർജ് ഖലീഫയോ വലിയ ബിൽഡിങ്ങുകളോ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ജില്ലയിലുള്ള കുടുംബം ഒരു പക്ഷേ വലിയ ബിൽഡിങ്ങുകളിൽ ഒരു നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നമ്മുടെ ഒരു ജില്ലയോ ഒരു സ്റ്റേറ്റിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം മൾട്ടി ഫങ്ഷണൽ സൊസൈറ്റികളാണെന്ന് നമ്മുടെ രാജ്യങ്ങളിൽ മുഴുവനും കാണാൻ കഴിയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരാം. അവിടെ ഡിസാലിനേഷൻ പ്ലാന്റുകൾ ഉണ്ടാവേണമെങ്കിൽ ഈ പ്ലാന്റുകൾ വർക്ക് ചെയ്യാൻ കറന്റ് വേണം. ആരോ പണ്ടെങ്ങാനോ വന്നിട്ട് കഥ പറഞ്ഞിട്ടുണ്ടത്രേ, എവിടെ നിന്നാണാവോ ഈ മഴയില്ലാത്ത ഇടുക്കി ഡാം പോലെ ഒരു ഡാമില്ലാത്ത ഗൾഫ് നാടിൽ എവിടെ നിന്നാണ് ഈ കറന്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമെന്ന്. പിന്നെ മനസ്സിലായത് വെള്ളത്തിൽ നിന്നല്ല, ഇത് പെട്രോൾ എന്നാണ് ഉപയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പ്ലാന്റുകളിലേക്ക് പെട്രോൾ വേണം, ഡീസൽ വേണം. ഈ ഡീസൽ ഉണ്ടെങ്കിലേ ജനറേറ്റർ വർക്ക് ചെയ്യൂ, അപ്പോഴേ കടൽ വെള്ളം ശുദ്ധിയാക്കാൻ കഴിയൂ. എങ്കിൽ ഈ ഡീസൽ എവിടെ നിന്ന് കിട്ടണം? ഭൂമിയുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വേണം. ആയിരക്കണക്കിന് മീറ്ററുകൾ താഴെ നിന്നാണ് അതിനെ ഗ്രൗണ്ടിൽ മൈൻ ചെയ്ത് കുഴിച്ച് ഫിൽറ്റർ ചെയ്ത് ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷം നമ്മുടെ വാഹനങ്ങളിലും ഫാക്ടറികളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്യൂലുകളായി പെട്രോളും ഡീസലും ഒക്കെ മനുഷ്യൻ കുഴിച്ചെടുക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ സുലഭമായി കിട്ടിയത് കൊണ്ടല്ലേ? നമ്മൾ ആലോചിക്കുക, അവിടെ എങ്ങാനും പെട്രോളും ഡീസലും കണ്ടെത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, സങ്കല്പിക്കുക, ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളും ഡീസലും ഇല്ലായിരുന്നുവെങ്കിൽ ആ മരുഭൂമിയിൽ ചെന്ന് പാർക്കാൻ ആരാണ് ഇവിടെ നിന്ന് യാത്ര പോവുക? എത്ര പേരുണ്ടാകും അവിടെ ജോലി ചെയ്യാൻ? ആരവിടെ വരും? ഇന്ന് ലോക രാജ്യങ്ങൾ എവിടെയാണ്? എനിക്ക് തോന്നുന്നു UK കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് സൊസൈറ്റി താമസിക്കുന്നത് UAE-യിലാണ്, ദുബൈയിലാണ്, അബുദാബിയിലാണ് ഏറ്റവും കൂടുതൽ. UK കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പാറ്റ്സ് ബ്രിട്ടീഷുകാരുള്ളത് UAE-യിലാണ്. എന്തുകൊണ്ട് വരുമെന്നു? ജീവിത സൗകര്യങ്ങളുണ്ട് അവിടെ. അതെവിടെ നിന്ന് കിട്ടി? അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹു നിക്ഷേപിച്ച കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഫോസിൽ ഫ്യൂലുകൾ എന്ന് പറയുന്ന മുൻകാലത്ത് ചത്തുപോയ മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് കോടി കൊല്ലങ്ങളുടെ പഴക്കത്തിൽ അതാണ് ഫ്യൂലായി മാറുന്നതത്രേ. അതാണത്രേ പെട്രോളും ഡീസലും ഗ്യാസുമായി മാറുന്നത്. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഭൂമിയിൽ ജീവിച്ചു പോയ ജീവജാലങ്ങളും അവിടുത്തെ മരങ്ങളും ചീഞ്ഞളിഞ്ഞ ആ അഴുകിയ സാധനത്തിൽ നിന്നാണത്രേ ഭൂമിയുടെ ഉള്ളിൽ അത് ഫ്യൂലായി മാറിയത്. ഇതാണ് പെട്രോളിനെ കുറിച്ചുള്ള ഇന്നത്തെ ഒരു മിനിമം കാഴ്ചപ്പാട്. അതല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ അറബ് ലോകം അങ്ങനെ ഒരു ചെടികളുള്ള രാജ്യമായിരുന്നില്ലല്ലോ. നമ്മൾ കാണുമ്പോൾ അത് ഉണങ്ങിയ ഏറ്റവും കൂടുതൽ ചൂടനുഭവപ്പെടുന്ന പ്രദേശം. ഷെയ്ഖ് സിൻദാനി അൽ മർഹൂം മരിച്ചുപോയി. അബ്ദുൽ മജീദ് സിൻദാനി എന്ന് പറയുന്ന ലോക പ്രശസ്തനായ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ഖുർആനിന്റെ ഹാഫിദ് ഉണ്ട്, ഖുർആനിന്റെ പണ്ഡിതനുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഷെയ്ഖ് സിൻദാനി, അബ്ദുൽ മജീദ് സിൻദാനി റഹ്മഹുല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഒരു സെമിനാർ നടക്കുന്ന സമയത്ത് ജിയോളജിയുടെ പ്രഗത്ഭരായ സയന്റിസ്റ്റുകൾ, കൊറിയയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, ജപ്പാനിൽ നിന്നൊക്കെ വന്ന വലിയ സയന്റിസ്റ്റുകളുടെ മുമ്പിൽ മഹാനായ ഷെയ്ഖ് സിൻദാനി തങ്ങൾ ചോദിച്ചു ഒരു ചോദ്യം. ഈ അറബ് ലോകം
പച്ചപ്പുള്ള നാടായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്, മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ മരങ്ങളും ജീവജാലങ്ങളും ഡൈനോസറുകളും അടക്കമുള്ള വലിയ വലിയ ജീവികൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങൾ. സിന്ദാനി ഒന്നുകൂടെ ചോദിച്ചു, കുറെ കഴിഞ്ഞാൽ ഇത് പഴയതുപോലെ പച്ചപ്പുള്ള ഒരു നാടായി തിരിച്ചു വരുമെന്ന് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്പെക്യുലേഷൻ നിങ്ങൾക്കുണ്ടോ? ആ സയന്റിസ്റ്റിന്റെ പേരുണ്ട്. ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് ആ വിഷയം എനിക്ക് ഓർമ്മ വന്നതുകൊണ്ട് പറയാം. അദ്ദേഹത്തിന്റെ പേരുണ്ട്, ആ സയന്റിസ്റ്റിന്റെ, ഷെയ്ഖ് സിന്ദാനിയുടെ. മറ്റെവിടെയെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിൽ ഞാൻ പറഞ്ഞേക്കാം ഇൻഷാ അല്ലാഹ്. ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പഠനത്തിലറിയാം, കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ട്, കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വന്നിട്ട് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന രാജ്യം ഇനി ഗൾഫ് രാജ്യമായി മാറാൻ പോകുന്നുവെന്ന് ഞങ്ങളുടെ പഠനത്തിലുണ്ട്. അന്നേരമാണ് ഷെയ്ഖ് സിന്ദാനി, അബ്ദുൽ മജീദ് സിന്ദാനി നബി തങ്ങളുടെ ഹദീസിൽ കൊടുക്കുന്നത്, ലാ തഖൂമുസ്സാഅ ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറാ. അറബ് രാജ്യങ്ങൾ പുഴകളും നദികളും പച്ചപ്പുമുള്ളതായി മാറുന്നവരെ, തഊദ എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായത് തിരിച്ചു വരുന്നത് വരെ എന്നാണ്. ആദ യഊദു എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്, ടു റിട്ടേൺ. മുമ്പുണ്ടായിരുന്നതിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് യഊദ അല്ലെങ്കിൽ തഊദ് എന്ന് പറയുന്നത്. ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ്, ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വഅൻഹാറാ. ലോകത്തിന്റെ ഗുരു